കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ആക്രമണത്തിൽ ക്ണാച്ചേരി സ്വദേശിയായ എൽദോസ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം നാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തത്. ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി. ഇപ്പോൾ കുടുംബത്തിന് ഇന്ന് തന്നെ 10 ലക്ഷം രൂപ കൈമാറുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് 2 മണിയോടുകൂടി സംസ്കാരം നടത്തും. സെമിത്തേരിയിൽ എത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആംബുലൻസിലേക്ക് കയറുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ രാത്രിയും വളരെ വൈകിയും വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. ജില്ലാ കളക്ടർ അടക്കമെത്തി ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ ഫണ്ട് നൽകാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ സർക്കാർ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, അതിനോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നിസ്സംഗത, ഇതെല്ലാം കൂടി ഈ സംഭവവുമായി കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും കൊല്ലപ്പെട്ട കുട്ടമ്പുഴ ക്ണാച്ചേരി സ്വദേശി എൽദോസിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആംബുലൻസിൽ ഇപ്പോൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, നിലവിൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ 2 മണിക്ക് നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അർച്ചന, നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഇന്ന് 2 മണിക്ക് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയിച്ചിരുന്നത്, നേരത്തെ അറിയിച്ചിരുന്നതും. ഇപ്പോൾ അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം പുറത്തേക്ക് ഇറക്കിയത്. ഇപ്പോൾ കോതമംഗലത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോകുക. തുടർന്ന് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇത് ചേലാട് കുറുമറ്റം സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഉരുളൻതണ്ണി മാർത്തോമ. ശരി അർച്ചന, എന്തായാലും ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം. ഇപ്പോൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കോതമംഗലം ക്ണാച്ചേരി സ്വദേശി എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി 2 മണിയോടുകൂടി സെമിത്തേരിയിൽ സംസ്കരിക്കും എന്നുള്ള വിവരങ്ങളാണ് അർച്ചന പങ്കുവച്ചത്.